NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്കെതിരെ രൂക്ഷ വിമർശനവുമായി KB ഗണേഷ് കുമാർ. മുഖ്യമന്ത്രി പദത്തിലിരിക്കുന്ന ഒരാളെ അവൻ ഇവനെന്ന് വിളിക്കുന്നതിനോട് യോജിക്കാനാകില്ല. തനിക്കറിയുന്ന VD സതീശൻ ആദർശമുള്ളയാളാണെന്നും സുകുമാരൻ നായരുടെ അടുത്തേക്ക് പോകില്ലെന്നും ഗണേഷ് കുമാർ കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രി അദ്ദേഹത്തിന് സമയം പോലെ സമയം കൊടുക്കും. എപ്പോഴും മുഖ്യമന്ത്രി തിരക്കുള്ള ആളാണ്. അവർക്ക് അവരുടെ തിരക്കുണ്ട്. സമയം കൊടുക്കുന്നതിന് അവർക്ക് ഒരു പരിമിതി കാണും. പക്ഷേ എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, VD സതീശനെ അവനെന്നൊക്കെ വിളിച്ചിട്ടുള്ള മുഖ്യമന്ത്രി, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, അത് ഏത് പാർട്ടി ആവട്ടെ എന്നാണ്, അത്തരം പ്രയോഗങ്ങളോട് യോജിക്കാൻ പറ്റത്തില്ല. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി VD സതീശന് 25 വർഷത്തിലധികമായി എൻ്റെ ആത്മസുഹൃത്താണ്. പക്ഷേ അദ്ദേഹത്തെ ഇന്ന് ഞാൻ കാണേണ്ടത് മുഖ്യമന്ത്രിയായിട്ട്, എൻ്റെ സുഹൃത്തായിട്ടല്ല. അല്ലാതെ അദ്ദേഹം വന്ന് എൻ്റെ കാര്യം പിടിക്കണം എന്നൊക്കെ പറയുന്നത് ഒരു ശരിയുള്ള കാര്യമല്ല. അതിനെയൊന്നും അവനെന്നൊന്നും വിളിക്കാൻ ആർക്കും അധികാരമില്ല. അത് അന്തസ്സല്ല, തറവാടിത്വമല്ല. ഞാനറിയുന്ന VD സതീശൻ എന്ന മുഖ്യമന്ത്രിയായിട്ടല്ല, ഞാനറിയുന്ന VD സതീശൻ പോവില്ല. അയാൾ ആദർശമൊന്നും വിട്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇക്കാര്യത്തിൽ. ശ്വേതാ മേനോൻ പ്രസിഡന്റായിരുന്ന കമ്മിറ്റിയിൽ യോജിപ്പുണ്ടായില്ലെന്ന് മുൻമന്ത്രി KB ഗണേഷ് കുമാർ. സൗന്ദര്യ പിണക്കങ്ങൾ അമ്മയ്ക്കുള്ളിൽ ഒതുക്കാമായിരുന്നു, സംഘടനയ്ക്ക് അവമതിപ്പുണ്ടാക്കിയെന്നും KB ഗണേഷ് കുമാർ 24നോട് പറഞ്ഞു. ആ പ്രതികരണത്തിലേക്ക് കൂടി. അല്ല, അമ്മയിലുള്ള ഒരു യോജിപ്പില്ലായ്മയോടാണ് ജനറൽ ബോഡിയിൽ ഒരു എതിർപ്പുണ്ടായത്. ജനറൽ ബോഡി അത് അഭിപ്രായം മാനിച്ചുകൊണ്ട് അവർ റിസൈൻ ചെയ്തു. പിന്നെ ഇപ്പോൾ ഒരു പുതിയ കമ്മിറ്റി, ഒരു അഡ്കോ കമ്മിറ്റി വെച്ചിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഇതിൻ്റെ എല്ലാ അക്കൗണ്ട്സും കാര്യങ്ങളൊന്ന് സ്ട്രീംലൈൻ ചെയ്ത് വൃത്തിയാക്കി അച്ചടക്കമുള്ളതാക്കി അതിനെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കൊണ്ടുപോകാന്നുള്ള ജോലി മാത്രമേ അഡ്കോ കമ്മിറ്റിക്കുള്ളൂ. കണക്കില്ല എന്നൊക്കെ പറഞ്ഞ ചില ആരോപണങ്ങളാണ്. അത് അമ്മയ്ക്ക് അന്തസ്സല്ല, ഇരുന്ന അംഗങ്ങൾക്കും അന്തസ്സല്ല. അവർക്ക് ആ സൗന്ദര്യ പിണക്കങ്ങളൊക്കെ അതിനകത്ത് തന്നെ ഒതുക്കാമായിരുന്നു. അത് പുറത്തേക്ക് കൊണ്ടുവന്നത്, ജനമധ്യത്തിലേക്ക് കൊണ്ടുവന്നത് നമുക്ക് അവമതിപ്പുണ്ടായി എന്നാണ് പൊതുവിൽ ആ ജനറൽ ബോഡിയിൽ വന്നൊരു വികാരം. ഇല്ല, ഞാൻ അങ്ങനെയൊന്നുമില്ല. ഞാനിത് പണ്ട് 8 കൊല്ലം മതിയാക്കി പോയതാണ്. ഇപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നാൽ എല്ലാവരും ചെറുപ്പക്കാരാണ്. കൂട്ടത്തിൽ അറിയാവുന്ന ഒരാൾ ഒന്ന് അവരെ കൂട്ടത്തിൽ അഡ്വൈസറായിട്ടിരിക്കണം എന്നുള്ളതുകൊണ്ട് മാത്രം ഞാൻ വന്നതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.